ടെക് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി കമ്പ്യൂട്ടേഴ്സ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് റാമിൻ്റെ പ്രൈസ്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ റാം മേടിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു റാം ഉണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു റാം ഉണ്ട്. ഈ റാമിൻ്റെ വില ഈ 2026 90% കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഒരു ഐഡിയ ഇല്ല എന്തുകൊണ്ട് റാമിൻ്റെ വില ഇത്രയും കൂടുന്നു, അതെങ്ങനെ നമ്മുടെ എക്കണോമീനെയും അതുപോലെ തന്നെ റെഗുലർ യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പല മാനുഫാക്ചേഴ്സും, അതിപ്പോൾ ലാപ്ടോപ്പ് മാനുഫാക്ചർ ആവട്ടെ, ഫോൺ മാനുഫാക്ചേഴ്സ് ആവട്ടെ, സെർവർ ഡേറ്റാ സെൻറ്റർ മാനുഫാക്ചേഴ്സും ഓപ്പറേറ്റേഴ്സും ആവട്ടെ, ഇവർക്കെല്ലാം റാം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. 2 ടൈപ്പ് ഓഫ് റാം ആണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര വലിയൊരു സിറ്റുവേഷനിൽ വന്നിരിപ്പുള്ളത്. ഒന്ന് ഡി റാമും ഒന്ന് നാൻഡും. അപ്പോൾ എന്താണ് ഡി റാം, എന്താണ് നാൻഡ് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ കമ്പ്യൂട്ടർ മേജർ എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നുള്ളത്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സിംപ്ലസ്റ്റ് ഫോം ഒരു എക്സാമ്പിളോടുകൂടി ഞാൻ പറയാം. ഡി റാം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺസും സെർവേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റാമാണ്. ഇത് ആ ഒരു കമ്പ്യൂട്ടറിനെ ഭയങ്കര ഫാസ്റ്റായിട്ടും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടും ഓടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വലുതാണോ ഈ റാം അതിനനുസരിച്ച് ഒരുപാട് വർക്ക് ലോഡുകൾ ഇതിന് ചെയ്യാൻ പറ്റും ഒരേ സമയം. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഡി റാം. ഇതിനെ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഇമാജിൻ ചെയ്യേണ്ടത്, ഡി റാം എന്ന് പറയുന്നത് ഒരു ടേബിളായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഒരു ചെറിയൊരു ടേബിൾ. ആ ടേബിളിൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ പുറത്തേക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റുന്നത്, റൈറ്റ്? ആൻഡ് പെട്ടെന്ന് കറണ്ട് പോയി എന്ന് കരുതിക്കോ, ഈ ടേബിളിൻ്റെ പുറത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഈ സാധനങ്ങളില്ലേ, ഇതെല്ലാം ഡിസപ്പിയർ ആവും. എന്നാൽ നാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SSDs, ഹാർഡ് ഡ്രൈവുകൾ, ഇതേപോലുള്ള സ്റ്റോറേജ് ഡിവൈസുകളാണ്. അതിനെയും നിങ്ങളൊരു ചെറിയ ടേബിളായിട്ട് കണക്കാക്കിക്കോ. ആ ടേബിൾ എത്രത്തോളം വലുതാണോ അതിൻ്റെ പുറത്ത് അത്രയും സാധനങ്ങൾ വെക്കാൻ പറ്റും. പക്ഷെ നാൻഡ് മെമ്മറിക്കകത്ത് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാലും ഈ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഡിസപ്പിയർ ആവത്തോ അല്ലെങ്കിൽ പോവത്തോ ഇല്ല, അതവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് 2 ഡിഫറൻസസ്. ഈ പറയുന്ന നാൻഡ് മെമ്മറിക്കും അതേപോലെ തന്നെ ഡി റാമിനും ഭയങ്കര വലിയ പ്രൈസ് ഹൈക്കാണ് 2026 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് റീസൺസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ റീസണിന് മുന്നേ എങ്ങനെയാണ്, എത്രത്തോളം പ്രൈസ് ഡിഫറൻസ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിളാണ് പറയുന്നത്. ഒരു DDR4 റാമിന് നമ്മൾ 10,000 രൂപ, 16 GB ഒരു DDR4 റാമിന് നമ്മൾ 10,000 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു 2025 മിഡിന് മുന്നേ. എന്നാൽ ഇന്ന് അതേ 16 GB റാമിന് 30,000 രൂപ കൊടുക്കേണ്ട സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 300% വരെയാണ് ഇതിന് പ്രൈസ് ഹൈക്ക് ഉണ്ടാവുന്നത്. ഇത് ജനറൽ ഓഡിയൻസ് ആയിട്ടുള്ള നമ്മൾ കൺസ്യൂമേഴ്സ് ആണല്ലോ. നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒരു റാം മേടിക്കേണ്ടി വന്നാൽ മാത്രമല്ലേ ഇതിൽ ഞാൻ അഫക്റ്റഡ് ആവുള്ളൂ എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ മേടിക്കുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എല്ലാത്തിനും ഇത് അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചാറ്റ് GPT നിങ്ങൾ ഒരു 100 രൂപ എല്ലാ മാസം സ്പെൻഡ് ചെയ്തെന്ന് വെച്ചോ, ആ ചാറ്റ് GPT ഇനി കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് വീണ്ടും പ്രൈസ് ഹൈക്ക് ആവാം. രണ്ടാമത്, നിങ്ങളുടെ ഫോണുകൾ, നിങ്ങളുടെ ലാപ്ടോപ്പുകൾ, നിങ്ങൾ വാങ്ങുന്ന എന്തൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ അതിനെല്ലാം ഇത് അഫക്റ്റ് ചെയ്യാം. കാരണം ഡയറക്റ്റ്ലി കൺസ്യൂമറിനെ അഫക്റ്റ് ചെയ്യുന്നതിന് പുറമെ ബ്രാൻഡുകളെയും ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? കാരണം ഇങ്ങനത്തെ പ്രൈസ് ഹൈക്ക് ഇവിടെ ഉണ്ടാവാനായിട്ട് ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ റാമുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന AI കമ്പനികൾക്കെല്ലാം ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും. ഒരു ഡേറ്റാ സെൻറ്ററിൽ റാം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഇതെല്ലാം സ്റ്റോർ ചെയ്തും അതുപോലെ തന്നെ അതെല്ലാം കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് റെസ്പോൺസ് ഒക്കെ തരണമെങ്കിൽ, ഒരു AI ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ആവണമെങ്കിൽ അതിന് റാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡേറ്റാ സെൻറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ റാമിൻ്റെ ആവശ്യകത. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും സർവീസ് എല്ലാം വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈവൻ OpenAI തന്നെ ഗ്ലോബലി ഉള്ള റാമിൻ്റെ 40% OpenAI ആണ് ഹോൾഡ് ചെയ്യുന്നത്. അവരെടുത്തിരിക്കുക. AI ഇത്രയും വളരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രാൻഡുകൾക്കെല്ലാം അവരുടെ ഡേറ്റാ സെൻറ്റേഴ്സിന് റാമിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എത്രത്തോളം അവരുടെ ഡേറ്റാ സെൻറ്റേഴ്സിനെ വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ഫ്യൂച്ചർ പ്രൂഫ് ആക്കുന്നു എന്ന പേരിൽ ഒരുപാട് റാമുകൾ മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന AI ബ്രാൻഡുകൾക്കെല്ലാം ഇത്രയും റാം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഈ ലോകം മൊത്തവും ഇങ്ങനെ അഫക്റ്റഡ് ആവുന്നത്, എന്തുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഈ റാമിൻ്റെയൊക്കെ പ്രൈസ് ഇങ്ങനെ കൂടുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് ഒരേ ഒരു സിമ്പിൾ
സിമ്പിൾ ആൻസറേ ഉള്ളൂ. നമ്മുടെ ലോകത്തുള്ള 90% റാമും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 കമ്പനീസാണ്. ഒന്ന് സാംസങ്, രണ്ടാമത് SK ഹൈനിക്സ്, മൂന്നാമത്തത് മൈക്രോ. ഈ 3 കമ്പനികളാണ് ഇതിനകത്തുള്ള ഡോമിനേറ്റിംഗ് പവേഴ്സ്. ഈ പറയുന്ന AI കമ്പനികൾ അവരുടെ AI മെമ്മറിക്ക് വേണ്ടിയിട്ടും ഡേറ്റാ സെൻറ്റേഴ്സിനും വേണ്ടിയിട്ടുള്ള റാമുകൾ ഒരുപാട് കൺസ്യൂം ചെയ്യപ്പോൾ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യപ്പോൾ ഈ പറയുന്ന 3 കമ്പനികൾ ഫോഴ്സ്ഫുള്ളി അവരുടെ സപ്ലൈ ഈ പറയുന്ന AI ഡേറ്റാ സെർവേഴ്സിന് വേണ്ടിയിട്ടുള്ള റാമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ റാമിൻ്റെ അവൈലബിലിറ്റി കുറയുകയും അതിൻ്റെ പ്രൊഡക്ഷൻ ഡിലേ ആവുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കരുതും നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇടുന്ന അതേ റാമാണ് ഒരു സെർവറിൻ്റെ അകത്ത് ഇടുന്നതെന്ന്. ആക്ച്വലി നമ്മുടെ റാം സ്റ്റിക്കിൻ്റെ അകത്തൊരു ഒരു കട്ട പോലത്തെ സാധനമില്ലേ, അതാണ് ഇതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത്. അതിനാണ് ഇത്രയും ഡിമാൻഡ്. അത് പല വെറൈറ്റി പല രീതിയിലുള്ള റാമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ടൈപ്പ് ഓഫ് റാമിനും ഓരോ യൂസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഞാൻ ലാസ്റ്റ് വാങ്ങിച്ച റാം HP ആണല്ലോ അല്ലെങ്കിൽ HyperX ആണല്ലോ. യെസ്, HyperX ആണ് ആ ഒരു റാം നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്. പക്ഷേ ആ HyperX ആ റാമിൻ്റെ അകത്തുള്ള 2 കട്ടയില്ലേ, അതുണ്ടാക്കിയിട്ടുള്ളത് ഏതർ നമ്മുടെ സാംസങ് ആയിരിക്കും, ഇല്ലെങ്കിൽ SK ഹൈനിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോൺ ആയിരിക്കും. ആ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആ സാധനം ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഈ പറയുന്ന 3. എന്തുകൊണ്ട് ഈ പറയുന്ന HP-ക്കും HyperX-നും ആപ്പിളിനൊക്കെ സ്വന്തമായിട്ട് റാം ഉണ്ടാക്കി കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഈസ് എ വെരി ഡെലിക്കേറ്റ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. കാരണം ഇത് ഉണ്ടാക്കിയെടുക്കുക പ്രോപ്പർലി, ഇതിൻ്റെ ആ ഒരു ചെയിന് മൊത്തത്തിൽ ഇതിൻ്റെ റിസർച്ച് മുതൽ ഡെവലപ്മെൻറ്റ് ആ ഒരു എൻഡ് പ്രോഡക്റ്റ് വരെ എത്താനായിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർക്ക് ചിലവാകും. അതുമാത്രമല്ല വർഷങ്ങളോളം സമയവും എടുക്കും. ഓൾറെഡി ഈ പറയുന്ന 3 കമ്പനീസ് ഇതിനകത്ത് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും ഈ 3 കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ചിപ്പുകൾ, ഈ മൈക്രോ ചിപ്പുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു മെഷീൻ ആവശ്യമാണ്, EUV ലിത്തിയോഗ്രഫി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ഈ മെഷീൻ ആകെ ഒരു കമ്പനിയാണ് ഈ ലോകത്ത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിമാൻഡ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആണ്. കാരണം ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 years കഴിഞ്ഞിട്ടാണ് അവർക്ക് പ്രോഡക്റ്റ് ഡെലിവർ ആവുന്നത് വരെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന ഡോമിനേറ്റിംഗ് പവർ ആയിട്ടുള്ള SK ഹൈനിക്സ്, സാംസങ്, മൈക്രോൺ, ഈ 3 കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പറയുന്ന ടെക് കമ്പനികൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഈ പറയുന്ന സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ, 8 GB റാമുള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾ 30,000 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ പോയി നോക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ 40,000 രൂപയായിരിക്കും സെയിം 8 GB-ക്ക്. കാരണം ബ്രാൻഡുകൾ ഫോഴ്സ്ഫുള്ളി ഇത് കട്ട് ഷോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. കാരണം അവർക്ക് അങ്ങനെ എടുത്ത് തരാനായിട്ട് റാം ഇല്ല, അവരും സ്ട്രഗ്ലിങ്ങിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ പ്രൈസുകൾ കൂടും, നമ്മുടെ ലാപ്ടോപ്പ് പ്രൈസുകൾ കൂടും, നമ്മുടെ പ്രോഡക്ട്സിൻ്റെ അകത്ത് കിട്ടുന്ന സ്റ്റോറേജ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ 16 GB റാമുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 8 GB റാമുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ്റെ കോർ ടേക്ക് അവേ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒന്നാമത്തത് AI-ക്ക് കറണ്ട് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ഇറ്റ്സ് എക്സെപ്ഷണലി ഹൈ. കാരണം എല്ലാവർക്കും AI മതി. AI ഡിപ്പെൻഡ് ചെയ്യാതെ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റാതെയായി. പണ്ടൊക്കെ ഒരു പ്രോഡക്റ്റ് അയച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്നിടത്ത് ഇന്ന് AI ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ വീഡിയോ എടുക്കുക, സിനിമ എടുക്കുക, ഷോർട്ട് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യുക, ആ ലെവലിലോട്ടെത്തി. VFX ക്രിയേറ്റ് ചെയ്യാൻ, മോഷൻ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വരെ ഇപ്പോൾ AI ഉണ്ട്. അപ്പോൾ AI ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ആ AI കമ്പനികൾക്ക് ഡേറ്റാ സെൻറ്റേഴ്സ് വേണം. ആ ഡേറ്റാ സെൻറ്റേഴ്സിന് ഇഷ്ടം പോലെ റാം വേണം. ആ റാമിന് ഈ 3 ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്പനീസ് വിചാരിച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടെക്കിൻ്റെ പ്രൈസസ് ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ വലിയ വലിയ ബ്രാൻഡുകളുടെ എക്സിക്യൂട്ടീവ്സ് സൗത്ത് കൊറിയയിൽ പോയിട്ട് ലോങ് ടേം സ്റ്റേ അടിക്കുകയാണ് അവിടെ, അവർക്ക് റാമിൻ്റെ ഡീല് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ 3 മാനുഫാക്ചേഴ്സേ ഉള്ളൂ, അവർക്കും വേറെ വഴിയില്ല. 200%-ലാണ് അവരുടെ പ്രൊഡക്ഷൻ ലൈൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് കൂട്ടാൻ ഒരു വഴിയില്ല. പിന്നെ ഈ ബ്രാൻഡുകൾക്ക്, ഈ സാംസങ്, SK ഹൈനിക്സ്, മൈക്രോൺ, ഈ പറയുന്ന 3 ബ്രാൻഡുകൾക്കും പേടിയുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സപ്ലൈ മൊത്തത്തിൽ അഫക്റ്റഡ് ആയി അവർ നഷ്ടത്തിലാവും എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇത് എനിക്ക് നിങ്ങളടുത്ത് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ തോട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. ഒരു നിവൃത്തിയില്ല ഇത് മാനേജ് ചെയ്യാൻ. മുട്ടയടിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.